എല്ലാവർക്കും നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അല്ലേ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഠിനമായ സമയത്തിലൂടെയായിരിക്കും നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവുക. ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും. പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട്. 2026 അതൊരു സാധാരണ വർഷമായിരിക്കില്ല, അതൊരു വലിയ മാറ്റത്തിന്റെ, ഒരു വഴിത്തിരിവിന്റെ വർഷമാകാൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ കാണൂ, അല്ലേ? ഈ കഷ്ടപ്പാടൊക്കെ എന്ന് തീരും? 2026-ലെങ്കിലും ഒരു ആശ്വാസം കിട്ടുമോ? ഭാഗ്യം ഞങ്ങളുടെ കൂടെ നിൽക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് നമ്മളിന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം, എന്തുകൊണ്ടാണ് ഇതൊരു മാറ്റത്തിന്റെ വർഷമെന്ന് പറയുന്നത്? പിന്നെ ഇതിന് പിന്നിലുള്ള ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് കഴിഞ്ഞ് നിങ്ങളുടെ കരിയർ, പണം, പിന്നെ കുടുംബജീവിതം, ആരോഗ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും. അവസാനം ഈ നല്ല ഫലങ്ങൾ കൂട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലളിതമായ കാര്യങ്ങളും കൂടി നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് 2026 ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിന്റെ വർഷം എന്ന് നമ്മൾ പറയുന്നത്? അതിനുത്തരം കിട്ടണമെങ്കിൽ ആദ്യം അണിയം നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ആ ഒരു അടിസ്ഥാന ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അനിഴം നക്ഷത്രത്തിന്റെ ചിഹ്നം എന്താണെന്നറിയാമോ? താമരയാണ്. താമരയുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അത് വിരിയുന്നത് ചെളിയിലാണ്. പക്ഷേ ആ ചെളി അതിന്റെ സൗന്ദര്യത്തെ ഒരു തരിമ്പ് പോലും ബാധിക്കുന്നില്ല. അതുപോലെയാണ് നിങ്ങളും. എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്ത് ഒരു താമരപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കാനുള്ള ഒരു അപ്പാരമായ കഴിവ് നിങ്ങൾക്കുണ്ട്. 2026-ൽ ആ കഴിവ്, ആ ഒരു ശക്തി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ പറ്റുന്നൊരു വർഷമായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന്. അല്ല, ഈ വരാൻ പോകുന്ന നല്ല മാറ്റങ്ങൾക്ക് പിന്നിൽ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ. അപ്പൊ ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ആശ്വാസം തരാൻ പോകുന്നത്? നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേ നാളായിട്ട് അർദ്ധാഷ്ടമ ശനിയുടെ ഒരു പിടിയിലായിരുന്നു നിങ്ങൾ. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഫലവും കാണുന്നില്ല, എന്ത് ചെയ്താലും മുന്നോട്ടു പോകുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാമല്ലേ? ആ ഒരു അവസ്ഥയ്ക്കാണ് ഇനി മാറ്റം വരാൻ പോകുന്നത്. 2026-ൽ ശനി അങ്ങ് രാശി മാറുമ്പോൾ ആ ഒരു ഭയങ്കര പ്രഷർ കുറയും. അപ്പം മുതൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഫലം കിട്ടിത്തുടങ്ങും. അപ്പോൾ ഈ വർഷം എപ്പോഴൊക്കെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യാഴത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടും, ഭാഗ്യമൊക്കെ വന്നു തുടങ്ങും. പിന്നെ വരുന്നത് ഏറ്റവും വലിയ മാറ്റമാണ്. മാർച്ച് കഴിയുന്നതോടെ ശനി അങ്ങ് മാറും. അതോടെ തടസ്സങ്ങൾക്കെല്ലാം ഒരു വലിയ ആശ്വാസം കിട്ടും. പിന്നെ വർഷത്തിന്റെ രണ്ടാം ഭാഗത്തിലോട്ട് കടക്കുമ്പോൾ വ്യാഴം നിങ്ങളുടെ ജോലി, കരിയർ, ആ ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യും. അതോടെ ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും നല്ല പുരോഗതിയും കാണാൻ പറ്റും. ശരി, ഗ്രഹങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ അതിന്റെ ഗുണം ഏറ്റവും ആദ്യം കാണുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ജോലിയിലും പണത്തിന്റെ കാര്യത്തിലുമൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങളുടെ കഠിനാധ്വാനം എങ്ങനെയാണ് പണവും വിജയവുമായി മാറാൻ പോകുന്നതെന്ന് നോക്കാം. സാമ്പത്തികമായി നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും ഒരു നല്ല കാലമാണ്. കിട്ടാനുണ്ടായിരുന്ന പണമൊക്കെ എവിടെങ്കിലും ബ്ലോക്കായി കിടന്ന കാശൊക്കെ തിരികെ കയ്യിലെത്താൻ സാധ്യതയുണ്ട്. അതോടെ പഴയ കടങ്ങളൊക്കെ വീട്ടി ഒരു സമാധാനത്തിന് നെടുവീർപ്പിടാം. ഭൂമി വാങ്ങാനോ വിൽക്കാനോ പ്ലാനുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. ഇനി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ അതിന് പറ്റിയ സമയമാണ്. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് മാർച്ച് കഴിഞ്ഞാൽ നല്ല അവസരങ്ങൾ വരും. ഇനി ഈ വർഷത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ജോലിയിൽ പ്രമോഷൻ കിട്ടുക എന്നത് മാത്രമല്ല, ശമ്പളത്തിൽ കാര്യമായൊരു വർധനവ് തന്നെ പ്രതീക്ഷിക്കാം. ഇത് വെറുമൊരു ചെറിയ ഇൻക്രിമെന്റ് ആയിരിക്കില്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മെച്ചപ്പെടുത്തുന്ന ഒന്നായിരിക്കും. പക്ഷേ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. സമയം നല്ലതാണെന്ന് കരുതി കയ്യിൽ കുറച്ച് കാശ് വരുമ്പോൾ ഒരുപാട് ആത്മവിശ്വാസം കൂടിയെടുത്ത് ചാടി വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അത് നിങ്ങളുടെ കയ്യിൽ വന്ന പണം അവിടെ തന്നെ നിൽക്കാൻ സഹായിക്കും. അപ്പോ ജോലിയും പണവുമൊക്കെ ഒരു വശത്ത്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ, നമ്മുടെ കുടുംബജീവിതവും ആരോഗ്യവുമൊക്കെ എങ്ങനെയിരിക്കും? 2026-ൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ സന്തോഷങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്കിനി നോക്കാം. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഈ വർഷം ഒരുപാട് സന്തോഷം വരാനുണ്ട്. അതിലേറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് കുടുംബത്തിൽ നിന്നായിരിക്കും. അത് കഴിഞ്ഞാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിലും പ്രണയബന്ധങ്ങളുടെ കാര്യത്തിലുമൊക്കെ നല്ല പുരോഗതിയുണ്ടാവും. അപ്പോ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഒന്നാമതായി, വീട്ടിൽ മൊത്തത്തിലൊരു സമാധാനവും സന്തോഷവുമുള്ള അന്തരീക്ഷമുണ്ടാകും. കല്യാണം,
ഗൃഹപ്രവേശം പോലെയുള്ള എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാൻ നല്ല സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ കുറേ നാളായി അലട്ടുന്ന അസുഖങ്ങൾക്കൊക്കെ ശരിയായ ചികിത്സ കിട്ടി ആശ്വാസം ലഭിക്കും. പ്രണയത്തിലാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായിരിക്കും ഇത്. ഓക്കെ, അപ്പൊ ഗ്രഹങ്ങളൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്. ഈ നല്ല സമയത്തിന്റെ ഗുണഫലങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഇരട്ടിയാക്കാൻ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ലളിതമായ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ശനിയുടെ ദോഷങ്ങൾ മാറാൻ ശനിയാഴ്ചകളിൽ ഒരു ശാസ്താക്ഷേത്രത്തിൽ പോയി നീല ശംഖുപുഷ്പം കൊണ്ട് ഒരു അർച്ചന നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ വളരെ നല്ലതാണ്. രണ്ടാമതായി, ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി ഹനുമാൻ സ്വാമിയെ പതിവായി പ്രാർത്ഥിക്കുക. മൂന്നാമത്തേത്, നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം, അതായത് അനിഴം നാളിൽ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരും. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഒരൊറ്റ കാര്യം ഓർക്കാനുള്ളൂ. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്തോ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർത്തോ ഇനി വിഷമിക്കേണ്ട. നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. കാരണം 2026 നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് ശരിക്കും വലിയ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ചില മാറ്റങ്ങളാണ്. ആ വരുന്ന അവസരങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു.